ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒരു ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു സ്ട്രെയിനർക്ക് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. 250 മില്ലിയുടെ ഒരു കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. നമ്മൾ അപ്പ സോഡ എന്നൊക്കെ പറയില്ലേ, അത് 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അളവുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ, എന്നാലാണ് നന്നായിട്ട് കിട്ടുള്ളൂ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി സ്ട്രെയിനറോട് മാറ്റി വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് ഈ പൊടിയില്ലേ, അത് ഒന്ന് വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കണം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പാലും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ളൊരു പരുവായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കൊന്ന് ലൂസാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് പാലും കൂടി ഒന്ന് ഒഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പോരാ, അപ്പോൾ ഒന്നും കൂടി ഞാൻ 1 ടീസ്പൂണും കൂടി പാല് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂണും പാലട്ടോ ഇവിടെ ഞാൻ എടുത്തിരിക്കണത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക വെച്ചാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇതേപോലത്തെ പരുവത്തിലാട്ടോ ഇതിൻ്റെ ബാറ്റർ കിട്ടേണ്ടത്. 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബാറ്റർ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ പീസുകളില്ലേ, മിൽക്ക് കോമ്പൗണ്ടിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, നോർമലായിട്ട് തന്നെ വെച്ചേക്കണേ. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇല്ലേ, എല്ലാ കുഴിയിലും കുറേശ്ശെ ബാറ്റർ, ഒരു പകുതിയോളമൊക്കെ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഓരോ പീസ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റ് പീസുകളില്ലേ, മിൽക്ക് കോമ്പൗണ്ടിൻ്റെ, അതിൻ്റെ ചെറിയ പീസുകൾ ഓരോ പീസായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൂടെ കുറച്ചും കൂടി ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒഴിച്ചത് കുറച്ച് ഒഴിക്കുമ്പോൾ കൂടിപ്പോയിട്ടോ, അപ്പോൾ എത്ര ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവരും ഒഴിച്ചല്ലോ. ഇനി ഇതൊന്ന് അടച്ച് വെക്കേണ്ടി കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷമാണ് തീ കത്തിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തീ കത്തിക്കുകയാണ്. ഇതുവരെ ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ടി കേട്ടോ. എന്നിട്ട് ഞാൻ ഏറ്റവും കുറവിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് മെല്ലെ കുക്കാവട്ടെ കേട്ടോ. ഒരു 8 മിനിറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് കുക്കായി വരാൻ. കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കേക്ക് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്കിൻ്റെ ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒക്കെ വെന്തുണ്ട്, ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പോൾ ഇതായി എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറിച്ചിട്ട് ഒരുപാട് നേരമൊന്നും വെക്കണില്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അതൊക്കെ കൊണ്ട് കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ 3 ട്രിപ്പായിട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രിപ്പിൽ 7 വീതം, അങ്ങനെ മൊത്തം 21 കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ അളവൊക്കെ എടുത്ത് ചെയ്യണം എന്നുള്ള ഒരു 2 കപ്പാക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കിട്ടുമല്ലോ. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട് കട്ട് ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആ ലാവയില്ലേ, ചോക്ലേറ്റ് ലാവ, ആ ചോക്ലേറ്റ് മെൽറ്റായത്, അതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവണ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിച്ചാൽ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക്